ഹലോ മിസ്റ്റർ തത്തമ്മ, ഒന്ന് പുറത്തോട്ട് വരൂ. തത്തമ്മേന്നാ? പിന്നെ 24 മണിക്കൂർ കൂട്ടിയിരിക്കുന്ന നിന്നെ ഞാൻ പുത്തമ്പുരക്കൽ രാഘവൻ നമ്പ്യാരെന്ന് വിളിക്കാം. അതെ, ഒരു 2 പൈന്റ് ഒരു അവിച്ച മുട്ടയും പെട്ടെന്ന് ഇട്. അയ്യോ, പൈന്റും അവിച്ച മുട്ടൻ തരാനേ. ഞാൻ ബാറ്റുകാരി അമ്മിണിയല്ല, ഞാൻ ഈ KSRTC ഒരു സ്റ്റാഫാ. ബിവറേജിന്റെ കൗണ്ടർ അതാ. പക്ഷേ രണ്ടിനും കൂടെ ഒരു സ്റ്റാഫേ ഉള്ളൂ, അതാണ് ഞാൻ. ഒരാളെ കൂടെ ഇരുത്താത്ത എന്ത്? ഞാൻ ചത്താനെ സമ്മതിക്കൂല. അതെന്ത്? ഇവിടുന്ന് പെൻഷനായ പെൻഷൻ കിട്ടൂല, പകരം അവിടെ നമ്മളെ എനിക്ക് കോട്ടയെങ്കിലും കിട്ടും. അത് ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു സൂക്ഷിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാ ഇരട്ടയ്ക്കാ അടി? നിങ്ങൾ എന്തിനു ഇവിടെ കയറി ഇരിക്കുന്നത്? ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാതിരിക്കണത്. ഡൗട്ട് ക്ലിയർ ചെയ്യാനാ? എനിക്ക് എന്റെ ഭാര്യ നല്ല ഡൗട്ട് ഉണ്ട്, അവക്ക് എന്നെ നല്ല ഡൗട്ട് ഉണ്ട്. ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? അയ്യോടാ, അതല്ലെന്ന്. പിന്നെ ഇവിടെ ഒന്ന് യാത്രക്കാര് സംശയങ്ങൾ ചോദിക്കുമ്പം അത് നീക്കി കൊടുക്കാതിരിക്കുന്ന ആളാണ് ഞാൻ. ഓ, അതായിരുന്നാ? ഞാൻ ഈ കരുനാപ്പള്ളിയിൽ നിന്ന് കറങ്ങിയാണ് ഇങ്ങോട്ട് എത്തിയത്. അതെന്തിനാണ് നീ എറണാകുളത്ത് വന്നത്? എന്റെ പൊന്ന് സാറേ, തിരുവനന്തപുരം സ്റ്റാൻഡിൽ നിന്ന് ഒരെണ്ണം അടിച്ച് കരുനാപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ നേരെ എറണാകുളം വന്നിറങ്ങി. എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഒരെണ്ണം അടിച്ച് കരുനാപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത് നേരെ കൊല്ലത്തിൽ നിന്ന് ഇറങ്ങി. കൊല്ലം സ്റ്റാൻഡിൽ നിന്ന് ഒരെണ്ണം അടിച്ച് നേരെ കരുനാപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത് എറണാകുളത്ത് വന്നിറങ്ങി. ഉള്ള കാര്യം പറയാലോ സാറേ, ഈ കരുനാപ്പള്ളി ആരോ ഇടയ്ക്ക് വെച്ച് എടുത്ത് മാറ്റി കേട്ടോ. ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയാണ്. നീ ഇറങ്ങിയെന്നല്ല, ഉറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും. ഇനി വന്നാണ് ചുമ്മാ ഇങ്ങനെ കുടിച്ചോണ്ട് നടക്കാതെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോടാ. പോയി സാർ, പോയാ? നല്ലൊരു ജോലിക്ക് ഞാൻ പോയി. എന്നിട്ട്? പക്ഷെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു സാർ. എന്തിന്? സാറേ, പെണ്ണിനെ കേറി പിടിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് എന്നെ പറഞ്ഞു വിട്ടു സാർ. അങ്ങനെ ചെയ്താലല്ലേ സാധാരണ ജോലി എന്ന് പറഞ്ഞു വിടണത്. ഇത് പിടിക്കാത്തതിന് പറഞ്ഞു വിട്ടാ? പറഞ്ഞു വിട്ടു. നിന്റെ ജോലി എന്തോന്ന്? സർക്കസിൽ മറ്റേ ഊഞ്ഞാലാട്ടം. ഊഞ്ഞാലാടി പെണ്ണ് വന്നപ്പോ ഞാൻ കേറി പിടിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് അവരെന്നെ പറഞ്ഞു വിട്ടു സാർ. ഉടായിപ്പാണ്, എന്നെ പറഞ്ഞു വിടാൻ. ഇങ്ങോട്ടാക്കളെ ഇങ്ങനെ കുടിച്ചോണ്ട് നടക്കരുത്. എന്തിനാടാ നീ ഇങ്ങനെ കുടിക്കണത്? സാർ, എന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് സാർ ഞാൻ ഈ കുടി തുടങ്ങിയത്. അച്ഛൻ മരിച്ചാ? പിന്നെ എങ്ങനാ? ഫ്ലൈറ്റ് ഇടിച്ചെന്റെ അച്ഛൻ. ഫ്ലൈറ്റാ? കപ്പല് മുങ്ങിയെന്റെ അച്ഛൻ. കപ്പലാ? ട്രെയിൻ ഇടിച്ചെന്റെ അച്ഛൻ. ട്രെയിനാ? വരണ്ടു വന്ന മുത്തുവിന്റെ കാള കുത്തി ചത്ത് നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? മനുഷ്യൻ രണ്ടെണ്ണം അടിക്കാൻ നിൽക്കുമ്പോ കിണ്ണാരം പറയല്ലേ. പിന്നെ ആരുടെയും ജോലിക്ക് ഞാൻ നിൽക്കൂല. ഞാൻ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് ഈ KSRTC തന്നെ. എരിവെള്ള കൊഞ്ച ചാറ്, നരങ്ങ ചാറ്, മാങ്ങ ചാറ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, മിനറൽ വാട്ടർ, ഏത് വാക്കിലിരുന്ന് വേണമല്ലോ അടിക്കാം. പറ്റൂല. എന്റെ സാറെ, KSRTC ഇപ്പൊ ലാഭത്തിന് ചെയ്യാൻ പറ്റിയ ഏക ബിസിനസ് ഇതാണ്. ഒരാഴ്ച കൊണ്ട് എന്റെ അമ്പി എന്നുള്ള പേര് മാറ്റി ഞാൻ അംബാനിന്നാക്കും. ഞാൻ പോകൂല. ഒന്ന് ഉപദേശിക്കാൻ നോക്കിയോ ഭയങ്കര പളറ്. സാറേ, ഉപദേശിക്കുന്നല്ലോ നിങ്ങൾ കുറെ. ഈ KSRTCയുടെ ബാത്റൂമിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് സാറേ? അവിടെ നോക്കുമ്പോൾ പെമ്പിള്ളാരുടെ പേരെഴുതി വെച്ചേക്കുന്നു, അതിന്റെ അടിയിൽ നമ്പർ എഴുതി വെച്ചേക്കുന്നു. മോശമാണ് സുഹൃത്തെ, മോശമാണ്. മോശം, ഭയങ്കര മോശം. സത്യം പറഞ്ഞ നിന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ നാട്ടിൽ വേണ്ടത്. ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ അത് പെയിന്റ് അടിച്ച് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യും. എല്ലാം പെയിന്റ് അടിച്ച് മാറ്റിയാലും ഒറ്റ നമ്പർ വിളിച്ചിട്ട് കിട്ടണല്ലോ. പെടാപ്പാട് വിടല്ലേ മനുഷ്യ ഇവിടെ കിടന്നു. ഞാൻ ഒറ്റ ഒരുത്തനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ സാർ. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. എനിക്കൊരു പൈന്റ് തരാൻ പറ്റുമെങ്കിൽ പൈന്റ് താ സാർ. ഇവിടെ പൈന്റ് തരുന്ന കാര്യമല്ല, നീ ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. ഇടാ, നീ ഇന്നലെ പത്രത്തിൽ കണ്ട ഒരു സിനിമാ നടൻ ചന്ദ്രനിൽ വസ്തു വാങ്ങിച്ചു. എവിടെ? ചന്ദ്രനിൽ. ഈ ചന്ദ്രനിൽ നിന്ന് വസ്തു മേടിച്ചിട്ട് അവ ആരുടെ പൈസ കൊടുത്ത്? അല്ലെന്നാ, ഞാൻ നിങ്ങളുടെ 5 സെന്റ് പെരേടം മേടിച്ചു. ഞാൻ ആരുടെ പൈസ തരും? എന്റെ തരും. ഈ ചന്ദ്രനിൽ നിന്ന് പൈസ മറ്റേ സ്ഥലം മേടിച്ചിട്ട് അവ ആരുടെ പൈസ കൊടുത്ത്? അത് ചിലപ്പം ചന്ദ്രനിൽ വസ്തു വാങ്ങിച്ചെന്നായിരിക്കൂല, ചന്ദ്രന്റെ വസ്തു വാങ്ങിച്ചെന്നായിരിക്കും. ഞാൻ തന്നെ വേണം. പിന്നെ ഇടുക്കിയും മുണ്ടക്കൈ റൂട്ടൊക്കെ എന്റെ ഒരു അസാധ്യ ഡ്രൈവ് ആണല്ലേ സാറേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വയനാട് ചുരത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ആരാണ്? എന്റെ സാറെ സമ്മതിക്കണം കേട്ടോ. ഈ വയനാട് ചുരം ഇറങ്ങി വരുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് സാർ. കൊക്കയൊക്കെ കണ്ടിട്ട് സാർ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു? സിമ്പിള്. വയനാട് ചുരം നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പം എന്നെ പോലെ കണ്ണടച്ചങ്ങ് ഇരുന്നാ മതി. അത് ശരി. അപ്പൊ ഇത്ര നാൾ ഇങ്ങനെ ആയിരുന്നല്ലേ? പറയട്ടെ, എനിക്കൊരു പൈന്റ് തരാം. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു ചേട്ടനെ പോലെ ഞാൻ ഉപദേശിക്കണം. പറയൂ. മദ്യം എന്ന് പറഞ്ഞാൽ സാത്താന്റെ മൂത്രമാണ്. എന്നാ ഒരു ദിവസത്തേക്ക് ഈ സാത്താൻ എന്റെ വീട്ടിലൊന്നും കൊണ്ട് നിർത്താവോ? എന്തിന്? വെറുതെ ബിവറേജിൽ കിടന്ന് തള്ളണ്ടല്ലോ. അതല്ല പറഞ്ഞത്. നീ വന്നാണ് ഈ കുടിയന്മാർക്ക് മൊത്തത്തിൽ ഒരു പേരുദോഷമുണ്ട്, വൃത്തിയും മെന ഇല്ലെന്ന്. നീ എന്നെ നോക്ക്, കുരുവിക്കൂട്, ചന്ദനക്കുറി, രാവിലെ 3 മണിക്കഴിക്കും കുളിക്കും. എന്റെ പെണ്ണുമ്പിള്ള വെളുപ്പിന് 3:30 കുളിക്കും. ഞാൻ പിറ്റേ ദിവസം കുളിക്കാൻ മറന്നോന്ന് വിചാരിച്ച് തലേ ദിവസം തന്നെ എന്റെ പെണ്ണുമ്പിള്ള എന്നെ കുളിപ്പിച്ച് കിടത്തും. അനൗൺസ് ചെയ്യാൻ സമയടാ. ആയൂരഞ്ചൽ പുന്നോർ പത്തനംതിട്ട വഴി കോഴഞ്ചേരിക്ക് പോകുന്ന ബസ്
ആണ്ട എടുത്തോണ്ട് പോണ്. എടാ വണ്ടി നിർത്തടാ. എടാ കണ്ടക്ടർ കയറിയില്ലടാ, ആള് കയറിയില്ലടാ. എന്താ പറ്റി സാറേ? 1/2 ലിറ്റർ അടിച്ചിട്ട് പോണ പോക്കാണ് സാറേ. ഈ KSRTC ബിവറേജ് തുടങ്ങിയ എന്തിനാണ്? KSRTC ലാഭത്തിലാക്കാൻ. ഇത് വീണ്ടും നഷ്ടത്തിൽ വരുത്തല്ലേ ഉള്ളു സാർ. അതെങ്ങനാ? ഈ യാത്രക്കാരെല്ലാം കൂടെ വന്ന് ഈ ബിവറേജിൽ നിന്ന് സാധനം എടുത്ത് അടിച്ച് ഇവിടെ കിടന്നുറങ്ങും. ഈ ബസ്സിൽ ആരെങ്കിലും കയറി യാത്ര ചെയ്താലല്ലേ സാറേ KSRTCക്ക് ലാഭം ഉണ്ടാവൂ. തന്നെ പിന്നെ അടിപൊളിയായിരുന്നു.